ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിബി ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബൊഹേൻവില്ല പ്ലാന്റ്സുകൾ എങ്ങനെ കെയർ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ബൊഹേൻവില്ല പ്ലാന്റ്സുകൾ നമ്മൾ ഒക്ടോബർ നവംബർ മാസത്തിൽ എങ്ങനെ നമ്മൾ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നും അതിന് നമ്മൾ ഫ്ലവർ നല്ല രീതിയിൽ കിട്ടാനായിട്ട് ഏതൊക്കെ വളം ചേർക്കണമെന്നും അത് കഴിഞ്ഞ് ഈ ഒരു മഴ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണണം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ കാണുന്നത് ബൊഹേൻവില്ല ഫ്ലവറിങ് സീസണിൽ നമ്മുടെ വീട്ടിൽ പൂത്ത വീഡിയോ ആണിത്. അതിങ്ങനെ പൂത്ത് നിന്നപ്പോൾ നമ്മൾ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെ പൂക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആയി അതിന് ഒക്ടോബർ നവംബർ മാസത്തിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ് പ്രൂണിങ്ങും അതുപോലെ തന്നെ ഈ കടലാസ് ചെടികൾക്കുള്ള വളവും നമ്മൾ കൊടുത്തിരിക്കണം. അതിനായിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒക്ടോബർ മാസത്തിൽ നമ്മൾ ഇതുപോലെ ചട്ടിയുടെ അകത്ത് കിളിച്ചിരിക്കുന്ന പുല്ലുകളും അതുപോലെ തന്നെ എല്ലാം ഇതുപോലെ ഇളക്കിയെടുത്ത് മാറ്റിയിട്ട് ശേഷം ഇതുപോലെ മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. എന്നിട്ട് സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്ത് കൊടുക്കണം. സോഫ്റ്റ് പ്രൂണിങ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചില്ലകൾ പൊട്ടി വന്ന് അതിൽ നിറയെ പൂക്കൾ വരാനാണ് നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് മുന്നായി നമ്മൾ ഹാർഡ് പ്രൂണിങ്ങും ചെയ്യാറുണ്ട്. ഹാർഡ് പ്രൂണിങ് ചെയ്യുകയെന്ന് വെച്ചാൽ ഫുള്ള് നമ്മൾ വെട്ടി നിർത്തി അതിൻ്റെ കുറ്റി മാത്രമായിട്ട് നിർത്തിയാണ് നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ നമ്മൾ സോഫ്റ്റ് പ്രൂണിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. അതിന് മുന്നേ ഹാർഡ് പ്രൂണിങ് ചെയ്ത് നമുക്ക് നിർത്താവുന്നതാണ്. ഇങ്ങനെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ വെട്ടി നിർത്തുക. അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ചെടികളുണ്ടെങ്കിൽ ചെടികളും അതെല്ലാം പറിച്ച് വൃത്തിയാക്കി പുല്ലുകളെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മണ്ണ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം പെട്ടെന്ന് ചെടിയിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ ഫ്ലവറിങ് നല്ല രീതിയിൽ വരുന്നത്. ഫ്ലവറിങ്ങിനായിട്ട് നമ്മൾ ഈ തറയിലൊക്കെ നട്ടിരിക്കുന്ന നോർമലായിട്ടുള്ള സാധാ ബൊഹേൻവില്ലാസിനാണെങ്കിൽ പ്രത്യേകിച്ച് വളവോ വെള്ളമോ ഒന്നും കൊടുത്തില്ലെങ്കിലും തന്നെ നല്ല രീതിയിൽ പൂക്കൾ വരും. പക്ഷേ അത് നമ്മൾ വെട്ടി കുറ്റിച്ച് നിർത്തണം. നല്ല രീതിയിൽ വെട്ടി കൊടുക്കുന്ന അനുസരിച്ച് നോർമൽ വെറൈറ്റികളിലൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. ഇതുപോലെ ഞാനൊരു കമ്പെടുത്ത് ഇതുപോലെ ഇതിനകത്ത് നമ്മുടെ ആ ചട്ടിയിൽ തന്നെ കുത്തി വെച്ചിരുന്നതാണ്. അതിപ്പം അതിനകത്ത് ഞാൻ ഇളക്കിയതാണ്. ഇപ്പം നമ്മൾ ഇതിനകത്തിരിക്കുന്ന ചെടികളും അതുപോലെ തന്നെ കടലാസ് ചെടിയുടെ ഒരു കമ്പ് കുത്തി വെച്ചിരുന്നതിനകത്തൊക്കെ വേരും അതിനോട് നമ്മുടെ അടുത്ത് കളയുമല്ല, നമ്മൾ വേറെ ചട്ടിയിലോട്ട് മാറ്റുവാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് നല്ല ഇളക്കി മണ്ണൊക്കെ കുത്തി ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് ചെല്ലത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ നട്ടിരിക്കുന്ന ചെടികളിൽ കൂടുതൽ ഇത് വലിച്ചെടുക്കുകയും ഇതിന് കൂടുതൽ കിട്ടാതിരിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ വളമാണ് ഈ ബൊഹേൻവില്ലാസിന് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഫുൾ മീൽ എന്ന് പറയുന്നൊരു വളം മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് മണ്ണ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ അതിനോട്ട് പ്രധാനമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് വാസാക്കോട്ടയാണ്. വാസാക്കോട്ട ഉണ്ടെങ്കിൽ വാസാക്കോട്ട കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ DAP കൊടുത്താലും മതി. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഡയറക്റ്റ് വളങ്ങൾ ഇടുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെ മണ്ണും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് ഒക്കെ ചെയ്ത് മണ്ണൊക്കെ ഇളക്കി വെച്ചിരിക്കുന്ന ചട്ടികൾ ഓരോന്നും നമ്മളിങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്നിടത്തോട്ട് നമുക്ക് പ്ലാന്റുകൾ വെക്കാം. ഇനി ഫ്ലവറിങ് സമയം ആകുമ്പോഴത്തേനും അതിന് ആവശ്യത്തിന് വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ ബൊഹേൻവില്ലാസ് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമ്മൾ വളം ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂടോട് ചേർത്തിടാതെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം. ചുറ്റിനും നമ്മൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് പെട്ടെന്ന് വളം വേരിലോട്ട് ചെല്ലാതെ പതുക്കെ സ്ലോയിൽ ചെല്ലും. നമ്മൾ ഈ വാസാക്കോട്ട് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാസാക്കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് നമുക്ക് പിന്നീട് വേറൊരു വളവും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഫ്ലവറിങ് സമയത്തൊക്കെ നമ്മൾ വേറെ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം മാത്രം നമ്മൾ കൊടുത്താൽ മതി. വെള്ളവും അതുപോലെ തന്നെ നല്ല വെയിലുള്ളിടത്ത് വേണം ബൊഹേൻവില്ലാസ് വെക്കാനായിട്ട്. ഈ കാണുന്നത് നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ബൊഹേൻവില്ലയാണ്. നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് വളമോ വെള്ളമോ ഒന്നും കൊടുക്കാതെ തന്നെ നിറച്ച് പൂക്കളുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വരാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ വെട്ടി നിർത്തണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പ്രൂണിങ് ആണ് ബൊഹേൻവില്ലയിൽ ഇഷ്ടം പോലെ പൂക്കൾ വരാൻ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ബൊഹേൻവില്ലാസ് ഇതുപോലെ നമുക്ക് ബോൺസായി ട്രീ പോലെ നമുക്ക് നമ്മുടെ തറയിൽ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ വളർത്താവുന്നതാണ്.
പിന്നെ നിങ്ങളിൽ കുറേ പേര് എൻ്റെ കയ്യിൽ നിന്ന് ബൊഹേൻവില്ല പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ളവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൈബ്രിഡ് വെറൈറ്റികൾ തറയിൽ നടാവോ എന്നുള്ളത്. പക്ഷേ അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ ഹൈബ്രിഡ് വെറൈറ്റി തറയിൽ നട്ടിട്ടില്ല. തറയിൽ നട്ട് കഴിഞ്ഞാൽ പനലായി പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ചട്ടിയിൽ നമ്മൾ വളർത്തുമ്പോൾ വെള്ളം കിട്ടിയെന്ന് കഴിഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റീസ് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ തറയിൽ നട്ടാൽ കുഴപ്പമുണ്ടാവുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൽ വന്ന് കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് പറഞ്ഞേക്കണേ. പിന്നെ ഈ മഴക്കാലത്ത് നമ്മൾ എങ്ങനെയാണ് ബൊഹേൻവില്ലാസ് കെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റി കൂടുതലും നമ്മൾ മഴ ഡയറക്റ്റ് വെക്കുന്നിടത്ത് വെക്കാതെ മഴ കൊള്ളാത്തിടത്ത് മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അഥവാ നിങ്ങൾ മഴയുള്ളത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ ഡ്രെയിനേജിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ ഡയറക്റ്റ് നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ആ ചട്ടിയിൽ തന്നെ നമ്മൾ ചെടി വെച്ചേക്കുകയാണെങ്കിൽ അവരുടെ പോട്ട് മിക്സിൽ ചിലപ്പോൾ നല്ല തറങ്ങിയിരിക്കുന്ന കട്ട മണ്ണായിരിക്കും. അപ്പോൾ വെള്ളം പെട്ടെന്ന് പോകാതിരിക്കുകയും കെട്ടി നിന്നിട്ട് പ്ലാന്റ് നശിച്ചു ഇടയുണ്ട്. പിന്നെ ഈ മഴ സമയത്ത് ഇതുപോലെ നമ്മുടെ എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസും ഇതുപോലെ കമ്പ് മാത്രമായിട്ട് നിൽക്കും. ആ സമയത്ത് ഈ അതിനകത്ത് നിന്ന് പൊഴിഞ്ഞ് വീണ ഈ ഇലകളെല്ലാം ഇതിനകത്ത് വന്നിങ്ങനെ കിടക്കും. അതെല്ലാം നമ്മൾ എടുത്ത് കളയണം. എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ കടന്ന് അത് പിന്നെ ഫംഗലായിട്ട് ആ ചെടി നശിച്ചു പോകും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഈ പൊഴിഞ്ഞ് വീഴുന്നതെല്ലാം നമ്മളെടുത്ത് മാറ്റണം. പിന്നെ ഈ മഴ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മഴ സമയത്ത് നമ്മൾ ഹാർഡ് പ്രൂണിങ് ഒരിക്കലും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഫംഗൽ വന്നിട്ട് ആ ഒരു ഭാഗം അത് നശിച്ചു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് സോഫ്റ്റ് പ്രൂണിങ് മാത്രം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കമ്പുകൾ നമുക്ക് പ്രൊപ്പഗേഷനായിട്ട് ഉപയോഗിക്കാം. പ്രൊപ്പഗേഷൻ ഉപയോഗിക്കുമ്പോൾ മഴയില്ലാത്തടത്ത് വേണം പ്രൊപ്പഗേഷനായിട്ട് നമ്മൾ നട്ടുവെക്കാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.